കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടാം. ബ്രീഡിംഗ് ആകുമ്പോൾ മാറ്റിയിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ബ്രീഡിംഗ് നമുക്ക് നോക്കാം. ആദ്യം അവരുടെ സവിശേഷതകൾ നോക്കാം. സെമി അഗ്രസീവ്നെസ് കാറ്റഗറിയാണ്. കൊലക്ട് ഫീഡ് ഒക്കെ കൊടുക്കാൻ പറ്റും. കുഞ്ഞു മീനുകൾ അവർ കഴിക്കും. ബ്രീഡിംഗ് പോസിബിൾ ആണ്. എഗ് സ്റ്റിക്ക് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. മീൻസ് മുട്ട ഒട്ടിച്ച് വയ്ക്കുന്ന വെറൈറ്റിയാണ്. പേര് നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പേര് തിരിക എന്ന് പറയുന്നത് നമ്മൾ അവരെ ബ്രീഡിങ്ങിലോട്ട് എത്തുമ്പോൾ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി എടുത്താൽ മാത്രമേ പേര് അവർ തന്നെയാണ് പേര് തിരിയുന്നത്. 1:1 റേഷ്യോ ആണ്. അവർ തന്നെ അവരുടെ മെയിലോ ഫീമെയിലോ ഐഡന്റിഫൈ ചെയ്ത് അവർ തന്നെ തിരിയുന്നതായിരിക്കും നല്ലത്. നമ്മൾ നേരത്തെ ഓസ്കാറിൽ പറഞ്ഞതുപോലെ അവർ തന്നെ പേര് തിരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിക്ലേഡ് ഫാമിലീസ് എല്ലാം ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോ അതിനെ അങ്ങനെ ബ്രീഡിങ്ങിലോട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിശ്ചിത ക്വാണ്ടിറ്റി ഇവരൊരു ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 6 months കഴിഞ്ഞ ശേഷമുള്ള പേഴ്സിനെ എടുക്കുന്ന 6 months പ്രായമായതിനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി റിസൾട്ട് വരുന്നത്. കാരണം ഒരു ടൈം എഗ് ചെയ്യുന്ന സമയത്ത് 100 മുതൽ 1000 മുകളിൽ അവരുടെ ഹെൽത്തും അവരുടെ വാട്ടർ ക്വാളിറ്റി അതെല്ലാം ബേസ് ചെയ്ത് അത്രത്തോളം എഗ് അവർക്ക് ഇടാൻ കഴിയും. പാരന്റ്ഷ്യൽ കെയർ ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ കുട്ടികളെ നോക്കുന്ന ഒരു വെറൈറ്റിയാണ്. എഗ് സ്റ്റിക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. എഗ് സ്റ്റിക്ക് ചെയ്യുന്ന വേറെ വെറൈറ്റീസ് പോലെ അറിയാം. ഡിസ്ക്സ് പോലെയൊക്കെ തന്നെ നമുക്കത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. എഗ് സ്റ്റിക്ക് ചെയ്യുന്ന വെർട്ടിക്കലായിട്ട് എന്തെങ്കിലും വെച്ചു വൈൽഡ് കണ്ടീഷനിൽ വെള്ളത്തിലായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഇലകളിലൊക്കെയാണ് അവർ മുട്ട